സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ ഗോപൻ സ്വാമിയെ പറ്റിയിട്ട് വലിയ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഗോപൻ സ്വാമിയെ പറ്റിയിട്ട് ഒരു വീഡിയോയും ചെയ്യേണ്ട എന്ന് കരുതിയത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ആൾക്കാർ പോകുകയോ വരുമോ ഇതൊന്നും നമ്മുടെ ഒരു കാര്യമേ അല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു ന്യൂസ് കണ്ടു. ആ ന്യൂസ് കണ്ടപ്പോഴേ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഏതായാലും ആ ന്യൂസ് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് എന്നുള്ളതാണ്. നെയ്യാറ്റിൻകര ഗോപനെ പ്രേക്ഷകർ മറന്നു കാണില്ലല്ലോ. ഏത് നെയ്യാറ്റിൻകര ഗോപൻ? മോഹൻലാൽ അഭിനയിച്ച സിനിമയിലെ നെയ്യാറ്റിൻകര ഗോപനല്ല. സമാധിയും സംസ്കാരവും ഒക്കെ വലിയ വാർത്തയായി നെയ്യാറ്റിൻകര ഗോപൻ. ഇപ്പോൾ സംസ്കാരം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായിരിക്കുന്നു. സംസ്കരിച്ചത് മുതൽ കുടുംബത്തിന് ഗോപൻ സ്വാമിയല്ല, ദൈവമാണ്. ദൈവത്തെ കാണാനായി ധാരാളം പേരാണ് ദിവസവും കാവുവിളാകത്തെത്തുന്നതെന്നാണ് മകൻ രാജസേനൻ പറയുന്നത്. ഞങ്ങളൊന്ന് അന്വേഷിച്ചു. റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം അവിടെ എത്തിയപ്പോൾ സന്ദർശകരായി ഒരു കുഞ്ഞിനെയും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. അരുൺ സോളമൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കണ്ടിട്ട് വരാം. ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടി നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയിട്ട് ഇപ്പോൾ 2 ആഴ്ചകൾ പിന്നിടുകയാണ്. ഏറെ വിവാദങ്ങളും ഏറെ ആരോപണങ്ങളൊക്കെ ഉയർന്നതിന് ശേഷമാണ് വീട്ടുകാർ ആദ്യം സമാധിയിരുത്തിയ ആ സമാധിത്തറ പൊളിക്കുകയും പിന്നാലെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കുടുംബത്തിന് വിട്ടു നൽകുകയും വീണ്ടും ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് കഴിഞ്ഞ 18-ാം തീയതി ഇവിടെ ഋഷിപീഠം എന്ന് പറയുന്ന ഈ പേരിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ സമാധിയിരുത്തിയത്. കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തോട് തൊട്ടടുത്താണ് ഗോപൻ സ്വാമിയുടെ സമാധി ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പൂജാരി കൂടിയായ രാജസേനൻ തന്നെയാണ് അച്ഛൻ്റെ ഈ സമാധി സ്ഥലത്തും ദിവസവും പൂജാകർമ്മങ്ങൾ ചെയ്തു വരുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം രാജസേനനുണ്ട്. നമ്മൾ ഈ ലോകത്ത് അച്ഛൻ ആരാണെന്ന് അറിയണം. അപ്പം അതിന് എന്താണോ ഈശ്വരൻ കണ്ടിരിക്കുന്നത് ആ മാർഗം ഈശ്വരനാണ് അത് എന്ന്. അതുകൊണ്ടാണ് ഈശ്വരൻ ആ മാർഗം എന്നുകൊണ്ടാണ് ഇത്രയും ലോകം അറിഞ്ഞത്. അപ്പം അതങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു. അതങ്ങനെ ചെയ്യണം, നമ്മളത് ചെയ്യണം. അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത് അച്ഛൻ ഈ ഈശ്വരനെ. അപ്പോൾ അരുൺ കുമാർ എന്ന് പറയുന്ന റിപ്പോർട്ടറിൻ്റെ ചാനലിൻ്റെ ഹെഡ് നല്ല താങ്ങലാന്ന് താങ്ങിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നെയ്യാറ്റിൻകര ഗോപനല്ല, ഇത് ഗോപൻ സ്വാമിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ചില ആൾക്കാർ അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് വീണ്ടും പോയിട്ട് അവർക്ക് പബ്ലിസിറ്റി കൊടുക്കുന്നത്? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സമാധിയാക്കുക, അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് തീർത്ഥാടകരെ അങ്ങോട്ട് ആനയിപ്പിക്കുക, അങ്ങനെ അതുവഴി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ആശ്രമം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം. അതായത് കച്ചവടം തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. കച്ചവട ലക്ഷ്യം തന്നെയാണ്. ഈ കച്ചവട ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അന്ന് അവിടെ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം കിടപ്പിലായ ഈ സ്വാമി എങ്ങനെയാണ് പോയിട്ട് സ്വയം സമാധിയാകുക? അയാൾ 3 വർഷമായിട്ട് കിടപ്പിലാണ്. അയാൾക്കാണെങ്കിൽ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും പിന്നെന്ന് പറഞ്ഞാൽ ഹൃദയവാൽവിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖമുള്ള ഒരു വ്യക്തിയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വയം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊന്നും അദ്ദേഹത്തിന് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് മറ്റുള്ളവൻ്റെ രോഗശാന്തിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പലതും ചെയ്തു കൊടുക്കുക എന്ന് മാത്രമാണ് എനിക്കൊരു സംശയം എന്നുള്ളത്. അപ്പോൾ ഈ ഗോപൻ സ്വാമി എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഇവരെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ഹിന്ദു സംഘടന എന്ന് പറയുന്ന ഇതിൽ, അതായത് ബഹുമാനപ്പെട്ട എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ ഹിന്ദു സംഘടന എന്ന് പറയരുത്. കാരണം എന്താ വെച്ചാൽ എല്ലാ ഹിന്ദുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലുകളല്ല, ഇതുപോലെ തന്നെ അരവട്ടന്മാരല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ഹിന്ദുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാരെ പോലെ ഈ അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ സമാധിയും പിടിച്ചു നിൽക്കുന്നവരല്ല. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5% ആൾക്കാരുണ്ടാകും. ഈ 5% ആൾക്കാരും മാത്രമാണ് യുവന്മാരുടെ ഈ ഇതിനനുസരിച്ച് തുള്ളുന്നത്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇവർ പ്രതീക്ഷിച്ചത്ര വരുമാനമൊന്നും വരാൻ തുടങ്ങിയില്ല എന്നാണ് പറയുന്നത്. ഇവർ വിചാരിച്ച പിറ്റേ ദിവസം മുതൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഭക്തജനപ്രവാഹം ഉണ്ടാകും. അവിടെ നിന്ന് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വച്ചടി കയറ്റമായിരിക്കും. പിന്നീടെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നൊക്കെയായിരുന്നു ഇവർ കരുതിയത്. പക്ഷേ പിറ്റേ ദിവസം മുതൽ അവിടെ ആരുമില്ല. ഇപ്പോഴാണെങ്കിൽ കൃത്യമായിട്ട് പോയി നോക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പോലും കാണുന്നില്ല. ആകെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജസേനൻ എന്ന് പറയുന്ന അയാളും അയാളുടെ അമ്മയും മാത്രമാണ്. അയാളാണ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം അല്ലെങ്കിൽ തന്നെ നമ്മുടെ മലയാളത്തിൽ ഇതുപോലെയുള്ള ആൾദൈവങ്ങളെ ചവിട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഒരു വ്യാജനായ ഒരു ജ്യോതിഷൻ, ആ ജ്യോതിഷൻ ഓതി കൊടുത്തത് കൊണ്ടാണ് ഒരു കുടുംബത്തിലെ
3 പേരെ അതുപോലെ തന്നെ ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാക്കിയിട്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഭയത്തോടു കൂടി ജനങ്ങൾ കഴിയുന്നത് വേറെ ഒന്നുമല്ല നെന്മാറ സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതും ഇതുപോലൊരു ജ്യോതിഷം പറഞ്ഞു കൊടുത്തതാണ്. അതായത് നിങ്ങളുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം മുടി നീണ്ടു വളർന്ന ഒരു സ്ത്രീയാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇയാൾ പോയിട്ട് എല്ലാവരെയും എന്ന് പറഞ്ഞാൽ മുടി നീണ്ടവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാൾ വകവരുത്തി എന്നുള്ളതാണ്. ഇതുപോലെയുള്ള അന്ധവിശ്വാസത്തിലേക്കും അനാചാരങ്ങളിലേക്കുമാണ് നമ്മുടെ നാട് കടന്നു പോവുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമ്മാതിരി തോന്നിയ വാസം, അതായത് ഈ സമാധി ഗിമാതി എന്നൊന്നും പറഞ്ഞിട്ട് ഒന്നിനോടും നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കരുത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടത്താനും പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ശംഖൂതിലും പോയി പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ അയാൾ ചെയ്യട്ടെ. പക്ഷേ അവിടെ പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരിക്കലും അവിടെ പോയിട്ട് നമ്മൾ അതൊരു വലിയ സംഭവമാക്കി കൊടുക്കരുത്. കാരണം കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടത് പൈസ തന്നെയാണ്. പൈസ ഇല്ലാതെ ഈ ലോകത്തൊന്നും നടക്കത്തില്ല. ഇനി ഒരു അമ്പലം പണിയണമെങ്കിലും ഇപ്പോൾ അവിടെ പ്രതിഷ്ഠ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ വരണമെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ പൈസ വേണം. ദമ്പടി ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്പില്ലേ, ഈ ചെമ്പില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും മൈൻഡാക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഗോപൻ സ്വാമി കുറച്ച് ശൂന്യതയിൽ നിന്ന് കുറച്ച് നോട്ടും കൂടി കൊണ്ടുവരണമായിരുന്നു. അതായത് കുറച്ച് പൈസയും കൂടി. അങ്ങനെയാണെങ്കിൽ അയാൾക്കൊരു വലിയ കഴിവുണ്ട് എന്ന് പറയാം. ഇതെന്ന് പറഞ്ഞാൽ വെറും ചുമട്ട് തൊഴിലാളിയായ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി, അതായത് മോഹൻലാലിൻ്റെ ആറാട്ടല്ല ആ ആറാട്ട് സിനിമ നമുക്ക് എല്ലാവർക്കും പറയാം. അതിൻ്റെ അകത്തും നെയ്യാറ്റിൻകര ഗോപൻ തന്നെയായിരുന്നു. നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം. അവിടെ റിപ്പോർട്ടർ ചാനലിൽ പോകുമ്പോൾ ഒരു ഈച്ചയും പൂച്ചയുമില്ല. ഇയാളിങ്ങനെ പൂജ നടത്തുന്നത് മാത്രമാണ് കാണുന്നത്. ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് മെല്ലെ മുങ്ങിത്തുടങ്ങി എന്നാണ് കേൾക്കുന്നത്. ഇവരെ പിന്താങ്ങിയ ഈ സംഘടനകളും വിചാരിച്ചത് ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചാൻസാണ്, ഒരു ആശ്രമം തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ചാൻസ് ആണെന്നാണ് ഇവരെ പിന്താങ്ങിയ കുറച്ച് സംഘടനയിലുള്ള ആൾക്കാർ എന്ന് പറയുന്ന കുറച്ച് ടീമുകളും വിചാരിച്ചത് എന്നുള്ളതാണ്. ഏതായാലും അതും നടന്നില്ല, ഇതും നടന്നില്ല, ഒരു കുന്തവും നടന്നില്ല. ഇപ്പോഴാണെങ്കിൽ പോയത് എന്ന് പറഞ്ഞാൽ പോയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണ് മൊത്തത്തിൽ. അതായത് ചിലവ് വേണം ഇതിനൊക്കെ. ഈ സമാധിക്കന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു തുക ഇവർ ചിലവാക്കിയിട്ടുണ്ടാകും. അവരെ കണ്ടാലറിയാം അവരങ്ങനെ മേലനങ്ങി പണിയെടുക്കുന്ന ടീമോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതുപോലെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സമ്പാദ്യം ഇവരുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പിന്നെയും കുറേ കിംവന്തികൾ കേൾക്കുന്നുണ്ട്. വീട്ടിലെ പശുവിനെ വരെ വിറ്റു എന്നാണ് ഈ അമ്മ പറയുന്നത്. അതായത് വേറെ നിവൃത്തിയില്ല, നോക്കാൻ നിവൃത്തിയില്ല, ദാരിദ്ര്യമാണെങ്കിൽ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗോപൻ്റെ മരണത്തോടു കൂടി ഉള്ളതെല്ലാം ഞങ്ങളുടെ പോയി എന്നൊക്കെയാണ് ഈ അമ്മ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരുടെ ദാരിദ്ര്യം പോലും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പിന്നെ നിങ്ങൾ പോയിട്ട് ഇനി ഗോപൻ സ്വാമീനെ പ്രാർത്ഥിച്ചിട്ട് ശല്യപ്പെടുത്തരുത്. അതായത് ഞങ്ങളുടെ ദാരിദ്ര്യം തീർക്കണേ, ബിസിനസ് നന്നാകണേ എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ശല്യപ്പെടുത്തിയിട്ട് ആ മനുഷ്യനെ അവിടുന്ന് ഓടിക്കരുത്. ആ സമാധിയിലെങ്ങും അയാൾ ഇരുന്നോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് പോയിൻ്റെപ്പോഴാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.